3 ലാസ്റ്റ് വീഡിയോ ആണ്. ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് എന്തിനെ പറ്റിയാണെന്നറിയാമോ? നാരോ ബാൻഡ് IoT ആൻഡ് അതർ LTE വേരിയേഷൻസ്. LTE എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ലോങ് ടേം എവല്യൂഷൻ. അപ്പോൾ നാരോ ബാൻഡ് IoT ആൻഡ് ലോങ് ടേം എവല്യൂഷനുകളെ പറ്റിയാണ് നമ്മൾ ഇനിയും പറയുന്നത്. ഫസ്റ്റ്, നാരോ ബാൻഡ് IoT എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് സെല്ലുലാർ നെറ്റ്വർക്ക്സിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്ക് LTE എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം എന്താ നമ്മുടെ ഫോണിനകത്തുള്ള 4G 5Gയുടെ സംഭവങ്ങളൊക്കെ LTE വേരിയേഷൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഓർക്കുമ്പോൾ പറയാം. അത് എന്തിലാണുള്ളത്? സെല്ലുലാർ നെറ്റ്വർക്ക്സിലാണുള്ളത്. റേഡിയോ ഫ്രീക്വൻസി ബാൻഡിലാണ് അവരെന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്തിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? റേഡിയോ ഫ്രീക്വൻസി ബാൻഡിലാണ്. ലോങ് ഏരിയാസ് അത് കവർ ചെയ്യും. ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ലൈഫ് കുറവായിരിക്കും, ലാറ്റൻസി ഉണ്ടാവും, ത്രൂപുട്ടും കുറവായിരിക്കും. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? ബാറ്ററി ലൈഫ് കുറവായിരിക്കും, ലേറ്റൻസി ഉണ്ടാവും, ത്രൂപുട്ടും കുറവായിരിക്കും. ഓക്കെ, ഇനി വരുന്നത് LTE വേരിയേഷൻസ്. എന്തൊക്കെയാണ് നമ്മുടെ LTE വേരിയേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് LTE കാറ്റഗറി 0, കാറ്റഗറി 1 ഒക്കെ. എന്തൊക്കെയാണ് LTE വേരിയേഷൻസ് എന്നാണ് നമ്മൾ പറയുന്നത്? ഫസ്റ്റ് LTE കാറ്റഗറി 0 ഉണ്ട്, LTE M ഉണ്ട്. ഇത് രണ്ടുമാണ് മെയിൻ രണ്ട് വേരിയേഷൻസ്. LTE 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് എൻഹാൻസ്മെൻറ്റ്, നമ്മുടെ IoT ഡിവൈസസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഫസ്റ്റ് എൻഹാൻസ്മെൻറ്റ് ഓഫ് LTE ആണ് LTE കാറ്റഗറി 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് റിലീസ് 12 ആണ്. അതായത് LTE റിലീസ് 12 ആണ്. അതിൻ്റെ മറ്റേ മോഡൽ നമ്പർ അങ്ങനത്തെ സംഭവം അത് പറയുന്നത്. മോഡൽ റിലീസ് 12. ഓക്കെ, അത് ഡേറ്റ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 MB/s ആണ്. ഹാഫ് ഡപ്ലെക്സ് മോഡാണ് വരുന്നത്. എനർജി കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പവർ ഓഫ് മോഡാണ് എപ്പോഴും, അതായത് സ്ലീപ്പിലായിരിക്കും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ അത് എന്താകത്തുള്ളൂ, ഓൺ ആവുള്ളൂ. ഇനി നെക്സ്റ്റ് മോഡാണ് LTE M. മറ്റേത് LTE റിലീസ് 12 ആയിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ LTE റിലീസ് 13. ലോ റിസീവർ ബാൻഡ് വിഡ്ത്ത് ആണുള്ളത്. ഡേറ്റ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 KB/s ആയിരിക്കും. ഹാഫ് ഡുപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ, മറ്റേത് ഫുൾ ഡുപ്ലെക്സ്, മറ്റേ രണ്ടും ഹാഫ് ഡുപ്ലെക്സ് ആണ് കേട്ടോ. ഹാഫ് ഡുപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. പിന്നെ റിസപ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഇത് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഡേറ്റ റേറ്റും റിസപ്ഷൻ്റെ എബിലിറ്റി എല്ലാം കുറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു വെർഷൻ റിലീസ് 13 ആയപ്പോഴത്തേക്കിന്. മറ്റേടത്ത് 1 MB/s ഉള്ളിടത്ത് ഇത് 200 KB/s ഉള്ളൂ. പിന്നെ എന്തുവായിരുന്നു പറഞ്ഞ്? ഡിസ്കണ്ടിന്യൂസ് റിസപ്ഷനാണ് ഇവിടെ നടക്കുന്നത് LTE M-നകത്തിൽ. 3 മോഡ്സ് ഓഫ് ഓപ്പറേഷനാണ് നമ്മുടെ നാരോ ബാൻഡ് IoTക്കകത്തുള്ളത്. സ്റ്റാൻഡ് അലോൺ, ഇൻ ബാൻഡ് ആൻഡ് ഗോഡ് ബാൻഡ്. സ്റ്റാൻഡ് അലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ IoTയുടെ ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ബാൻഡിനെ റിലീസ് ചെയ്യുകയാണ്. അതായത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. IoT ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ബാൻഡിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് സ്റ്റാൻഡ് അലോൺ. ഇൻ ബാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ബാൻഡ് വിഡ്ത്തിൻ്റെ ചെറിയൊരു പോർഷൻ നമ്മൾ യൂസ് ചെയ്യും. ഗാർഡ് ബാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ, അത് സ്പേസ് ബിറ്റ്വീൻ 2 ബാൻഡ് വിഡ്ത്തിൻ്റെ ഇടയ്ക്കുള്ള 2 സ്പേസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡ് അലോൺ കണ്ടോ, ഒരു സെപ്പറേറ്റ് ബാൻഡ് തന്നെ നമ്മൾ അതിനായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻ ബാൻഡ് ഓൾറെഡി ഉള്ള ബാൻഡിനകത്തിൽ നിന്ന് നമ്മൾ മറ്റൊരു ബാൻഡാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഗാർഡ് ബാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബാൻഡിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്പേസ്, ആ സ്പേസ് ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു? സ്റ്റാൻഡ് അലോൺ, ഇൻ ബാൻഡ് ആൻഡ് ഗോഡ് ബാൻഡ്. ഇനി നാരോ ബാൻഡിൻ്റെ ബെനിഫിറ്റ്സ് എന്താ? യുബിക്വിറ്റസ് കവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്റ്റ് ഏരിയ കവറേജ് നമുക്ക് പറ്റുന്നുണ്ട്. കണക്ടിവിറ്റിയും കൂടുതലാണ്. നമുക്ക് മാസീവ് നമ്പർ ഓഫ് ഡിവൈസസ്, ഒരുപാട് നമ്പർ ഓഫ് ഡിവൈസസിനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ലോ പവർ കൺസപ്ഷനേ വരത്തുള്ളൂ. കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ മൾട്ടി ഇയർ ബാറ്ററി ലൈഫ്, ഒരുപാട് വർഷങ്ങളോളം അതിൻ്റെ ബാറ്ററിയുടെ ലൈഫ് നിന്നോളും. സെക്യൂരിറ്റിയും കൂടുതലായിരിക്കും. ഓക്കെ, എന്തൊക്കെയാണ്? യുബിക്വിറ്റസ് കവറേജ് ആൻഡ് കണക്ടിവിറ്റി, മാസീവ് നമ്പർ ഓഫ് ഡിവൈസസ് ക്യാൻ ബി കണക്റ്റഡ്, ലോ പവർ കൺസപ്ഷൻ, ലോ കോസ്റ്റ്, മൾട്ടി ലെയർ ബാറ്ററി ലൈഫ്, സെക്യൂരിറ്റി. ഇത്രയാണ് ബെനിഫിറ്റ്സ് ഓഫ് നാരോ ബാൻഡ് IoT. ഇനി അടുത്തത് IP എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോൾ. ആ ഓരോ പ്രോട്ടോക്കോളിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഓപ്പൺ ആൻഡ് സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആയിരിക്കും. വെർസറ്റൈലാണ്, യുബിക്വിറ്റസ്, സ്കെയിലബിൾ. കുറച്ച് ഓർത്ത് വെക്കുക. ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഓപ്പൺ സോഴ്സ് ആയിരിക്കും. വെർസറ്റൈൽ ആയിരിക്കും. അതായത് നമുക്ക് ഇവോൾവ് ഫാസ്റ്റർ, പെട്ടെന്നായിരിക്കും അതിൻ്റെ എവല്യൂഷൻ എന്ത് ചെയ്യുന്നത് വരുന്നത്. യുബിക്വിറ്റസ്, വാസ്റ്റ് കവറേജ് കാണും. സ്കെയിലബിൾ ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്ക് നമ്പർ ഓഫ് ഡിവൈസസിനെ ആഡ് ചെയ്യാനും അതേപോലെ തന്നെ റെഡ്യൂസ് ചെയ്യാനും പറ്റും. മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഹൈലി സെക്യൂരിറ്റി കൂടുതലായിരിക്കും. സ്റ്റേബിൾ ഡേറ്റ കണക്ഷൻ ആയിരിക്കും ഇതിനകത്തിൽ വരുന്നത്. ഓക്കെ, അത്രയാണ് വരുന്നത്.
കൺസ്യൂമർ മാർക്കറ്റ് അഡോപ്ഷൻ, കൺസ്യൂമേഴ്സിനൊക്കെ മാർക്കറ്റിനകത്തിൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇന്നോവേഷൻ ഫാക്ടറൊക്കെ അതിനകത്തിലുണ്ട്. മെയിനായിട്ട് വരുന്നത് ഇത് ഇത്രയും ഓർത്ത് വെക്കുക. സ്റ്റേബിളാണ്, ഹൈലി സെക്യൂർ ആണ്, മാനേജബിളാണ്, സ്കെയിലബിൾ ആണ്, യുബീക്വിറ്റസ് ആണ്, ഫാസ്റ്റ് റെവല്യൂഷൻ പോസിബിൾ ആണ്, ഓപ്പൺ സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ അഡാപ്റ്റേഷൻ ആൻഡ് അഡോപ്ഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ വേറെ എവിടെയോ എഴുതിയായിരുന്നു എന്ന് ചെറിയൊരു ഓർമ്മ, നോക്കട്ടെ. നോട്ട് ബസ് ഇല്ല, വേറെ ഇല്ല. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ നമ്മുടെ അഡാപ്ഷൻ ആൻഡ് അഡോപ്ഷൻ. അഡാപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് സംതിങ്, എന്തോ ഒരു സാധനത്തിനെ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് അഡാപ്ഷൻ. അഡോപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഒന്നും ചെയ്യത്തില്ല, അത് മേക്ക് ഇറ്റ്സ് ഓൺ, അതിനെ അങ്ങ് സ്വന്തമാക്കും, അതാണ് അഡോപ്ഷൻ. അഡാപ്ഷൻ്റെ എക്സാമ്പിൾ, ആപ്ലിക്കേഷൻ ഓൺ എ ലെയേർഡ് ഗേറ്റ് വേ മസ്റ്റ് ബി ഇംപ്ലിമെൻറ്റഡ് ടു എൻഷുർ, അതായത് നമുക്ക് IP പ്രോട്ടോക്കോൾസിനെ നോൺ IP പ്രോട്ടോക്കോൾസിനെ IP പ്രോട്ടോക്കോൾസായിട്ട് എന്താണെങ്കിലും കൺവേർട്ട് ചെയ്യണം ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കും, അതിനെ ചേഞ്ച് ചെയ്യണമല്ലോ. IP ലെയറിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം, IP ലെയറിനെ ഇതിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അതായത് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളൊരു ഗേറ്റ് വേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ ഗേറ്റ് വേ യൂസ് ചെയ്തിട്ട് എല്ലാ നോൺ IP പ്രോട്ടോക്കോൾസിനെ നമ്മൾ IP പ്രോട്ടോക്കോൾസിലോട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു ചേഞ്ചിങ് പ്രോസസ്സാണ് എന്താ അഡാപ്ഷൻ. ഇനി അഡോപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ, നമ്മൾ എല്ലാ നോൺ IP പ്രോട്ടോക്കോൾസിനെ, ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കത്തില്ല, പകരം അവരെ എല്ലാത്തിനെയും അങ്ങ് റീപ്ലേസ് ചെയ്തിട്ട് മൊത്തത്തിൽ അങ്ങ് മാറ്റിക്കളഞ്ഞിട്ട് എന്താക്കും, അത് IP പ്രോട്ടോക്കോളുമായിട്ട് ചേഞ്ച് ചെയ്യും, റീപ്ലേസ് ചെയ്യും. അതാണ് എന്ത് അഡോപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ്, നീഡ് ഫോർ ഒപ്റ്റിമൈസേഷൻ. നമുക്ക് ഒപ്റ്റിമൈസേഷൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്? നമുക്ക് ലിമിറ്റഡ് പവർ റിസോഴ്സസേ ഉള്ളൂ, അതുകൊണ്ട് നെറ്റ്വർക്ക് എപ്പോഴും എന്തായിട്ട് ആക്ട് ചെയ്യും, ലോസി ആൻഡ് ലോ പവറായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡോപ്ഷൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് രണ്ട് കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ നമുക്ക് രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്, കൺസ്ട്രെയിൻഡ് നോഡ്സ് ആൻഡ് കൺസ്ട്രെയിൻഡ് ഡിവൈസസ്. അതിനെ രണ്ടും ഓവർകം ചെയ്യാനായിട്ട്, ആ നോഡ്സിനെയും കൺസ്ട്രെയിൻഡ് നെറ്റ്വർക്ക്സിൻ്റെ പ്രശ്നം ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യും. അപ്പോൾ ഓരോന്നിനെ പറ്റിയും പറയാം. കൺസ്ട്രെയിൻഡ് നോട്ട്സിനെ പറ്റിയും പറയണം, കൺസ്ട്രെയിൻഡ് നെറ്റ്വർക്ക്സിനെ പറ്റി പറയണം. എന്താണ് കൺസ്ട്രെയിൻഡ് നോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്തിലെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കൺസപ്ഷനാണ്. പവർ കൺസപ്ഷനാണ് നമ്മുടെ കൺസ്ട്രെയിൻഡ് നോട്ട്സിലെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ പവർ കൺസപ്ഷൻ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ലൈഫ് കൂട്ടാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ലോ പവർ മോഡിൽ നമുക്ക് ഈ സാധനം എപ്പോഴും ഓൺ ആക്കി തന്നെ വെച്ചേക്കാനായിട്ട് പറ്റും. ഓൾവേസ് ഓൺ മോഡും ഉണ്ട്, ഓൾവേസ് ഓഫ് മോഡും ഉണ്ട് പവർ കൺസപ്ഷൻ അതിൽ. അപ്പോൾ നമ്മൾ ലോ പവർ മോഡ് ഓൺ ആക്കുവാണെങ്കിൽ നമുക്ക് ഓൾവേസ് ഓൺ മോഡിൽ തന്നെ ബാറ്ററി ലൈഫ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ എന്തായിരിക്കും, നമ്മൾ എല്ലാത്തിനെയും ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും. 3 കണ്ടീഷൻസ് ആണ് വരുന്നത്. ലോ എൻഡ് കാറ്റഗറീസ് ആർ മച്ച് കൺസ്ട്രെയിൻഡ് ഇൻ ഫ്രീക്വൻറ്റ് ഡേറ്റ ട്രാൻസ്മിഷൻ. ലോ എൻഡ് ഡിവൈസസിനകത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തിലൊക്കെ, ഡേറ്റ ട്രാൻസ്മിഷൻ്റെ ടൈമിൽ സെക്യൂരിറ്റി കുറവായിരിക്കും മാനേജ്മെൻറ്റിൻ്റെ. അതുകൊണ്ട് നമ്മൾ IP അഡാപ്റ്റേഷൻ മോഡൽ യൂസ് ചെയ്യുന്നതും ഗേറ്റ് വേസ് ഒക്കെ യൂസ് ചെയ്യുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഗേറ്റ് വേസ് ഒക്കെ അപ്പോൾ IP അഡാപ്റ്റേഷൻ മോഡൽസ് ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പം കുറച്ച് പവർ ഇമ്പ്രൂവ്മെൻറ്റ് കാണും. അപ്പോൾ പവർ ഇമ്പ്രൂവ്മെൻറ്റ് കാണും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡോപ്ഷൻ പ്രോസസ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ IP അഡാപ്റ്റേഷൻ മോഡലായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പോഴത്തേക്കിന് അഡോപ്ഷൻ യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്ലഗ്ഡ് ഇൻ ഡിവൈസസ്, ബാറ്ററി ലൈഫ് അല്ല, ബാറ്ററി ഓപ്പറേറ്റഡ് അല്ലാത്ത പ്ലഗ് കുത്തി കണക്ട് ചെയ്യുന്ന ഡിവൈസസ് ആകുമ്പോഴത്തേക്കിന് അഡോപ്ഷൻ മോഡലും. ഫസ്റ്റ് എന്തുവായിരുന്നു, IP അഡാപ്റ്റേഷൻ മോഡൽ, ഫസ്റ്റ് അഡാപ്റ്റേഷൻ മോഡൽ, പിന്നെ അഡാപ്റ്റേഷൻ ആൻഡ് അഡോപ്ഷൻ ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യും. അതിൻ്റെ ലാസ്റ്റിൽ അഡോപ്ഷൻ മോഡൽ. ഓക്കെ, അത്രയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇനി നെക്സ്റ്റ്, ഇത് നമ്മൾ പറഞ്ഞ എന്തിനെ പറ്റിയായിരുന്നു, കൺസ്ട്രെയിൻഡ് നോട്ട്സിനെ പറ്റിയായിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്ന എന്തിനെ പറ്റിയാണ്, കൺസ്ട്രെയിൻഡ് ഡിവൈസസിനെ പറ്റിയാണ് പഠിക്കുന്നത്. എന്താണ് കൺസ്ട്രെയിൻഡ് നെറ്റ്വർക്കിനെ പറ്റിയാണ് പഠിക്കുന്നത്. കൺസ്ട്രെയിൻഡ് നെറ്റ്വർക്ക് എന്താണെന്നറിയോടാ, നമ്മുടെ ലോ പവർ ലോസി നെറ്റ്വർക്കിനാണ് നമ്മൾ കൺസ്ട്രെയിൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ അതാണ് നമ്മൾ ശരിക്കും അതിനകത്തിൽ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ലാറ്റൻസി അതിന് കൂടുതലായിരിക്കും, പാക്കറ്റ് ലോസും കൂടുതലായിരിക്കും. ഹൈ ലാറ്റൻസി ആൻഡ് പാക്കറ്റ് ലോസ് ഉണ്ടാവും. അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും,
802.15.4 എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ യൂസ് ചെയ്യും. എന്നിട്ട് അതിനകത്തിലൊരു ലെയർ ഉണ്ട്, എന്തിനു വേണ്ടി? നോൺ ഐ പി ലെയേഴ്സിനെ നോൺ ഐ പി ലെയർ പ്രോട്ടോക്കോളിനെ ഐ പി സ്ട്രക്ചറിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ ആണ്. ഫസ്റ്റ് ട്രാൻസ്പോർട്ട് ലെയറിൽ TCP ആൻഡ് UDP കാണും, പിന്നെ നെറ്റ്വർക്ക് ലെയർ IPv4 IPv6. ഇതാണ് നമ്മുടെ മണ്ടയ്ക്കത്തെ ലെയർ IPv6, നമ്മുടെ IP പ്രോട്ടോകോൾസ് വരുന്ന സാധനം. താഴെയാണ് ഫിസിക്കൽ ലെയറും ഡേറ്റ ലിങ്ക് ലെയറും വരുന്നത്. അതിൻ്റെ നടുക്കാണ് എന്തുള്ളത്? ഈ ലെയർ പറഞ്ഞ അഡാപ്റ്റേഷൻ ലെയർ ഉള്ളത്. ഈ അഡാപ്റ്റേഷൻ ലെയർ ആണ് ഈ താഴത്തെ 2 ലെയറിലെ ലോക്കൽ പ്രോട്ടോകോൾസിനെ കൺവേർട്ട് ചെയ്ത് എന്തിലോട്ടാക്കുന്നത്? നമ്മുടെ ഇൻ്റർനാഷണൽ പ്രോട്ടോകോൾസിൽ അല്ലെങ്കിൽ IP പ്രോട്ടോകോൾസിലോട്ട് നമ്മൾ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അത്രയും പഠിച്ച് കഴിഞ്ഞു. നമ്മളിപ്പോൾ എന്തുവായിരുന്നു നോക്കിയത്? മറ്റേ നാരോ ബാൻഡ് IoT നമ്മൾ നോക്കി, ആൻഡ് LTE വേരിയേഷൻസ്. ഇനി ഇതിനകത്തിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് 6LoWPAN. ലാസ്റ്റ് അല്ല, അത് ചെറിയൊരു ടോപ്പിക്കാട്ടോ 6LoWPAN. പിന്നെ നമുക്ക് റൂട്ടിംഗ് പ്രോട്ടോകോൾസിനെ പറ്റിയും പഠിക്കാനുണ്ട്. പിന്നെ മോഡ്ബസ് ചെറിയൊരു ടോപ്പിക്ക്. 3 ടോപ്പിക്കേ ഉള്ളൂ. അതിനകത്ത് അതെല്ലാം കുഞ്ഞു 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 ടോപ്പിക്സ്, അതോടെ പറയാം. 6LoWPAN അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, IPv6 പ്രോട്ടോക്കോളിനകത്തിലാണ് ആ ഒരു സാധനം വർക്ക് ചെയ്യുന്നത്. ലോ പവർ ആയിരിക്കും, വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആയിരിക്കും വരുന്നത്. അഡാപ്റ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് RFC യൂസ് ചെയ്തിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം 2 ടൈപ്പുണ്ട്. RFC എന്തുവാ റേഡിയോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ 864 ഉണ്ട്, 2468 ഉണ്ട്. 846 എന്താ പറയുന്നത്? നമ്മൾ എതർനെറ്റിൽ എങ്ങനെ IPv4നെ എൻക്യാപ്സുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ മറ്റേത് 2464 പറയുന്നത് എങ്ങനെ അതിനെ IPv6ലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, എന്താണ് പറഞ്ഞത്? 846 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ IPv4ലോട്ട് എൻക്യാപ്സുലേറ്റ് ചെയ്യും. മറ്റേത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ IPv6ലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രശ്നമില്ല. പിന്നെ അതിൻ്റെ സ്റ്റാക്കാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റിൽ ഫിസിക്കൽ ലെയർ ഉണ്ട്, MAC ലെയർ ഉണ്ട്, IP ലെയർ ഉണ്ട്, TCP UDP ഉണ്ട്, ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട്. ഓക്കെ, ഡേറ്റാബേസ് ലെയർ ആ സെയിം സാധനം തന്നെ 2 സൈഡിലും വരച്ച് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ IP പ്രോട്ടോക്കോളും ഇതാണ് നമ്മുടെ IP പ്രോട്ടോക്കോൾ സ്റ്റാക്ക്. ആഫ്റ്റർ അഡാപ്റ്റേഷൻ അത് എന്തായിട്ട് മാറി? കണ്ടോ, എതർനെറ്റ് ഫിസിക്കൽ മാറി, IEEE സ്റ്റാൻഡേർഡിലോട്ട് ഫിസിക്കൽ ലെയർ MAC ലെയർ മാറി. പിന്നെ നമുക്ക് എന്ത് വന്നു? IPv സ്റ്റാക്കിൻ്റെ MAC ലെയറിൻ്റെയും കൂടെ ഇടയ്ക്ക് ഒരു 6LoWPAN വന്നു. IP പ്രോട്ടോക്കോളിൻ്റെ അടുത്ത് IPv6 വന്നു. അത്രയും കാര്യങ്ങളാണ് ഇവിടെ ചേഞ്ചസ് വന്നത്. മണ്ടയ്ക്ക് വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ് വന്നത്. TCP ഉണ്ട് കേട്ടോ, അത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ട്രാൻസ്പോർട്ട് ലെയറിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്കറിയാമല്ലോ. ഈ IPv6 ആയി, എതർനെറ്റും നമ്മുടെ മാക്കും ഫിസിക്കലും എന്തായി? IEEE പ്രോട്ടോകോൾസായി. നടുക്ക് 6LoWPAN വന്നു. അതാണ് എന്ത്? 6LoWPAN പറ്റി പറയുവാണെങ്കിൽ. ഇനി അടുത്തത് റൂട്ടിംഗ് പ്രോട്ടോകോൾസ്. എന്തൊക്കെയാണ്? നമ്മൾ ലോ പവർ ലോസി നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ്, റൂട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് റൂട്ടിംഗ് പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ RPL. അത് 2 ഇതാണുള്ളത്, സ്റ്റോറിംഗ് മോഡും നോൺ സ്റ്റോറിംഗ് മോഡും. സ്റ്റോറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എല്ലാത്തിനകത്തിലും നമുക്ക് നോട്ട്സിൽ ഫുള്ളി റൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. മനസ്സിലായോ? എല്ലാ നോട്ട്സിലായിരിക്കും ഫുൾ റൂട്ടിങ് നടക്കുന്നത്. അതുകൊണ്ട് നോട്ട്സിന് അതിൻ്റെ കംപ്ലീറ്റ് ഡേറ്റാസ് കാണും, സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. നോൺ സ്റ്റോറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോർഡർ അല്ലെങ്കിൽ റൂട്ടിങ്ങിൽ ഒന്നും കാണില്ല. പകരം അതെന്തായിരിക്കും? നെറ്റ്വർക്കിലായിരിക്കും അല്ലെങ്കിൽ ക്ലൗഡിലായിരിക്കും ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. പിന്നെ 2 ടൈപ്പ് ഓഫ് ഗ്രാഫ് ഉണ്ട് നമ്മൾ RPLനെ പ്ലോട്ട് ചെയ്യുന്നത്, DAG ആൻഡ് DODAG. DAG എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫും DODAG എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ഓറിയൻറ്റഡ്. പേര് തന്നെ ഉണ്ട്. DAG ഡയറക്റ്റഡ് അസൈക്ലിക്, ലൂപ്പൊന്നും ഇല്ല. എന്തോ ഒരെണ്ണത്തിൽ നിന്ന് ചുമ്മാ എവിടോട്ടൊക്കെയൊക്കെയോ കണക്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക അസൈക്ലിക് ആയിട്ട്. DODAG എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഇതാണ് ഡെസ്റ്റിനേഷൻ. ഈ ഡെസ്റ്റിനേഷനിലോട്ട് ആര്? ഇതിനെ ഈ ഡെസ്റ്റിനേഷനെ ഓറിയൻറ്റ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, അപ്വേർഡ് റൂട്ടിംഗ് ആണ്, അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് റൂട്ടിംഗ് ആണ്, സ്റ്റോറി മോഡ്, നോൺ സ്റ്റോറി മോഡ്. അത്രയാണ് നമുക്ക് ഇതിനകത്തിൽ പഠിക്കാനുള്ളത്. കണ്ടോ, RPL സ്റ്റാക്ക് ഇത് ജസ്റ്റ് വരച്ചിരിക്കുക. ഒരു റാങ്ക് ഉണ്ട്, ഓരോ സ്റ്റാക്കുകളുണ്ട്. ഈ ഓരോന്നും ആ ഓരോ സ്റ്റാക്കുകളിലോട്ടും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ ഇതിനകത്തിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ ലാസ്റ്റ് ടോപ്പിക്ക് മോഡ്ബസ്. മോഡ്ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ ബസ്സാണ്. മാസ്റ്റർ സ്ലേവ് അല്ലെങ്കിൽ ക്ലയൻറ്റ് സെർവർ മെക്കാനിസം വെച്ചിട്ടാണ് മോഡ്ബസ് വർക്ക് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 ഡിവൈസസ് അത് ഹെൽപ്പ് ചെയ്യും. 2 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്, ASCII യൂണിറ്റും RTUവും. ASCII എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവായിരുന്നു? അസിൻക്രണസ് എന്ന അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. RTU എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് ടെർമിനൽ യൂണിറ്റ്. നമ്മുടെ ഡേറ്റേനെ ASCII വാല്യൂയിലോട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ASCII.
ഓക്കെ, ASCII മെത്തേഡ്. RTU എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈനറി ട്രാൻസ്മിഷൻ, ഡയറക്റ്റ് ബൈനറിയിലോട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും, അതാണ് RTU എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ASCII ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആയതുകൊണ്ട് ഈസി ടു ഡീബഗ് ആയിരിക്കും, മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, രണ്ടിൻ്റെയും ഫ്രെയിംസ് ഉണ്ട്. ഒരു സ്റ്റാർട്ട് ഫ്രെയിം ഉണ്ട്, ഒരു സ്ലേവ് അഡ്രസ്സ് ഉണ്ട്, ഫങ്ഷൻ കോർ ഉണ്ട്, ഡേറ്റയുണ്ട്, CRC ഉണ്ട്, എൻഡ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ LRC വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് CRC വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. LRC വെച്ചിട്ടും CRC വെച്ചിട്ടും. ഓക്കെ, കുഴപ്പമില്ലല്ലോ, അത്രയേ ഉള്ളൂ ഈ ഒരു മൊഡ്യൂൾ.